ഇന്നൊരു സിമ്പിൾ ടേസ്റ്റി മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യമായി ആവശ്യമായിട്ടുള്ളത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ 1 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആവശ്യമാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ ചൈന ഗ്രാസ് എളുപ്പം അലിഞ്ഞ് കിട്ടും. അതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഞാൻ 1 ലിറ്റർ അതായത് 4 കപ്പ് പാല് തിളപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് മിക്സാക്കി വയ്ക്കാം. ആ സമയം തന്നെ നമുക്ക് അടുത്ത അടുപ്പിലോട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് ചൈന ഗ്രാസിൻ്റെയും പാലിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആവണം. എങ്കിൽ മാത്രമേ അത് രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ പിരിഞ്ഞു പോവാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ പാലും തിളയ്ക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റായി വരുന്നുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അത് പാലിലോട്ട് എടുത്ത് ഒഴിക്കാവുന്നതാണ്. ചൈന ഗ്രാസ് റെഡിയായി വന്നിട്ടുണ്ട്. പാലിലോട്ട് നമുക്കൊഴിക്കാം. പാലും ചൈന ഗ്രാസും ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കുക. കറക്റ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് പിരിഞ്ഞു പോവാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. അതിനുശേഷം നമ്മളുടെ പുഡിംഗ് മിക്സിനെ ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ചൈന ഗ്രാസിൻ്റെ പൊടിയോ പാലിൻ്റെ പാടയോ ഒന്നും നമ്മളുടെ പുഡിങ്ങിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഏതിലാണോ നമുക്ക് സെർവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് നമ്മളുടെ മിക്സ് ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസ് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു പുഡിംഗ് തന്നെയാണിത്. അതിനുശേഷം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് നമുക്ക് അതിലോട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് കുടിക്കാവുന്നതാണ്. നമ്മുടെ പുഡിംഗ് എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.